ഫാത്തിമയാണ്, നിലമ്പൂരിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബട്ടർഫ്ലൈ ഫിഷ് ഗ്രില്ലിംഗ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ. നമുക്ക് തുടങ്ങാമല്ലേ? ആദ്യം നമുക്ക് ഈ ഫിഷ് നല്ലോണം ഡ്രസ്സ് ചെയ്തെടുക്കാം. ഇത് തൊലി കളയാൻ പറ്റിയ ഫിഷാണ്, പക്ഷെ നമുക്കിതൊന്ന് തൊലി കളയാതെ ചെയ്ത് നോക്കാം. ഈ ചെതുമ്പലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കളയാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സെൻറ്ററിൽ കീറി പൊളിച്ചെടുക്കുക. ഇതിൻ്റെ മുള്ളിൻ്റെ ഈ ഭാഗത്തൂടെ ഇങ്ങനെ കീറണം. അതിപ്പം ഇങ്ങനെ പൊളിച്ചിട്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പാക്കി എടുക്കുകയാണ്. ഈ വേസ്റ്റൊക്കെ നമുക്ക് പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി കുഴിച്ചിടാം. നല്ല വൃത്തിയിൽ പുഴയത്തെ വെള്ളം കൊണ്ട് നമുക്ക് ഇങ്ങനെ കഴുകിയെടുക്കാം. ഇതൊന്ന് മറിച്ച് വെച്ചിട്ട് പുറത്തെ വാങ്ങിയിട്ട് നമുക്ക് ഇപ്പം നല്ലോണം വൃത്തിയായി വന്നിട്ട് പിന്നെ കാണാനും ഇപ്പം നല്ലൊരു ഭംഗിയുണ്ട്. ഇതിനിപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മസാല വെക്കാം. മസാല വെക്കാൻ നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതിങ്ങനെ 4 സൈഡിലും നല്ലോണം ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക. 2 മസാലയാണ് നമ്മൾ അരക്കാൻ പോകുന്നത്, പച്ച മസാലയും ചുവപ്പ് മസാലയും. പച്ച മസാലയ്ക്ക് നമുക്ക് ഇത്ര സാധനങ്ങളാണ് വേണ്ടത്: വെളുത്തുള്ളി, ചെറിയ നാരങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി ഇല. ഇത് ചുവപ്പ് മസാലക്ക്: വെളുത്തുള്ളി, ചെറിയ നാരങ്ങ, പുതിനയില, മല്ലിയില, ചെറിയുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. കാശ്മീരി മുളക് പൊടിയാണ്. ഇതിന് കളറാണ് മെയിനായിട്ടുള്ളത്, എരി കുറവായിട്ടാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അരക്കാൻ പോവാണ്. നമുക്ക് മസാല കൂട്ടിയിട്ട് ഫിഷിന് നന്നായിട്ട് തേച്ചു. നമുക്ക് ഈ ചുവപ്പ് മസാലയിൽ ഒരു ചെറുനാരങ്ങ ഫുള്ളും ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കാം. അതിക്കൊരു 1.5 സ്പൂൺ തൈര് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചിങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. ഒരു 3 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി കുഴച്ച് മിക്സാക്കി എടുക്കാം. ഇനി വരഞ്ഞ് വെച്ച മീൻ്റെ ഒരു പൊളിയിൽ നമുക്ക് നല്ലോണം ഈ മസാല തേച്ച് കൊടുക്കാം. ഇതിലും നമ്മളൊരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞൊഴിക്കണം. ഇതിലും 3 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പുറത്തെ പൊളയിൽ അപ്പുറത്തെ ചോപ്പ് തേച്ച മാതിരി നല്ലോണം ഒന്ന് പച്ച മസാലയും തേച്ചോ. ഇപ്പം ഈ ഭാഗത്ത് മസാല തേക്കൽ കഴിഞ്ഞു. നമുക്കത് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗത്ത് ഇതേമാതിരി തേച്ച് കൊടുക്കാം.
മസാല തേപ്പ് കഴിഞ്ഞു. നമുക്കിത് ഗ്രില്ലിൽ എടുത്തിട്ട് ലോക്ക് ചെയ്യാം. നമ്മൾ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇത് ഒരു അരമണിക്കൂറോടെ സെറ്റാവാൻ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഗ്രില്ലുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് മറിച്ചിട്ട് വെക്കാം. ഈ ഭാഗം അത്യാവശ്യം വെന്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഇത് നമ്മളെ ബാക്കിയുള്ള മസാല ഇട്ട് വെച്ച എണ്ണയാണ്. ഇത് നമുക്ക് ഇങ്ങനെ നല്ലോണം തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ പച്ച മസാല ഇട്ട് വെച്ച എണ്ണയാണ്. ഇത് നമുക്ക് പച്ച ഭാഗത്ത് തേച്ച് കൊടുക്കാം. അപ്പൊ ഈ ഭാഗം അത്യാവശ്യം വന്നിരിക്കണം. ഈ മസാല ഇട്ട് വെച്ച എണ്ണ ഇവിടെയും കൂടി തേച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇത് കഴിക്കാൻ പോവാം. ഇത് നമ്മൾ ടേസ്റ്റ് നോക്കാണ്. ഫസ്റ്റ് നമുക്ക് റെഡ് റൈസ് ചെയ്ത് നോക്കാം. റെഡ് വലിയ എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റ്.